ആർക്കും വീട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് അവസരമാണ് പറയുന്നത്. കാരണം നമ്മളുടെ വീട്ടിലെ ഒരു കോർണർ മതിയാകും ഇത് ചെയ്യാനായിട്ട്. 1, 2, 3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റും. അത് കൊണ്ടുവന്ന് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ആ പ്രോഡക്റ്റ് ബോട്ടിൽ ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് നിരന്തരം വിറ്റു പോകുന്ന സാധനമാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ വലിയ വിഷമമുണ്ടാകില്ല ഇത് വിറ്റു പോകാനായിട്ട്. എന്നാൽ നമ്മൾ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്തിരിക്കണം എന്ന് മാത്രം. നമുക്ക് ആ പ്രോഡക്റ്റ് ഏതാണ് എന്നറിയാം, ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നറിയാം, എങ്ങനെയൊക്കെയാണ് അത് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നറിയാം. ഇവിടെ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. ഒരു ലൈക്ക് ചെയ്യാതെ പോകരുത്, കാരണം അത് ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണ്. കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക വീഡിയോ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇടുന്ന വീഡിയോകൾ ഇടുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് നോട്ടിഫിക്കേഷനായിട്ട്. നമുക്ക് ഐറ്റം എന്താണ് എന്ന് നോക്കാം. ചെറിയ ബോട്ടിൽ സെന്റുകൾ വാങ്ങിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഒന്നാണ് മസ്ക് സെന്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ്. അത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് 20 രൂപ 30 രൂപ ചെറിയ ബോട്ടിലുകളിൽ കിട്ടുന്ന ആ സെന്റിന്റെ കാര്യമാണ് പറയുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്ക് കടകളിലൂടെ വിൽക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ചെറിയ വാഹനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ സെറ്റ് ചെയ്ത് നമുക്ക് റോഡരികിൽ വിൽക്കാവുന്നതാണ്. കൂടാതെ ഉത്സവപ്പറമ്പുകൾ, അങ്ങനെയുള്ള ഫംഗ്ഷനുകൾ, എക്സിബിഷൻസ്, അവിടെയൊക്കെ നല്ല രീതിയിൽ വിറ്റുപോകുന്ന ഒരു ഐറ്റമാണ് ഇത്. എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് നോക്കാം. ആദ്യം വേണ്ടത് മസ്ക് ആണ്, 10 ഗ്രാം വേണം. പിന്നെ വേണ്ടത് ഓയിൽ റോസ് വേണം, 1 ഗ്രാം. DEP വേണം, ഡൈ ഇഥൈൽ പാത്തലൈറ്റ് ആണ്, 25 ഗ്രാം വേണം. ഇത് എല്ലാം നമുക്ക് കെമിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഈ DEPയിലേക്ക് മസ്ക് ചേർത്ത് അലിയിപ്പിച്ച ശേഷം അതിലേക്ക് ഓയിൽ റോസ് ചേർത്ത് ഇളക്കുക. ഇത്രയും പരിപാടിയേ ഉള്ളൂ. അതിനുശേഷം ഇതിന്റെ ഫ്രാഗ്രൻസ് നഷ്ടമാകുന്നതിന് മുമ്പ് നമ്മൾ ബോട്ടിൽ ചെയ്തിരിക്കണം എന്ന് മാത്രം. ഇല്ലെങ്കിൽ ടൈറ്റ് കണ്ടെയ്നറിലായിരിക്കണം ഇത് വെച്ചിരിക്കേണ്ടത്. കാരണം അത് വായുവുമായിട്ട് സമ്പർക്കം വരുമ്പോൾ വളരെ പെട്ടെന്ന് അതിന്റെ ഫ്രാഗ്രൻസ്, മണം പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് അത് നമുക്ക് ബോട്ടിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ബോട്ടിൽ ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാം. ഇതിനുള്ള ബോട്ടിലുകളും ആ കെമിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ തന്നെ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇത്തരം ബോട്ടിൽ കിട്ടുന്ന കമ്പനികളുണ്ട്. അതുമല്ലെങ്കിൽ കെമിക്കൽ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഹോൾസെയിലർമാരുടെ നമ്പർ നമുക്ക് കിട്ടും. കാരണം ഞാൻ ഹോൾസെയിലർ നമ്പർ പറയാത്തത് ലോക്കലായിട്ട് നിങ്ങൾക്ക് ആര് തരുന്നു അവരെയാണ് വേണ്ടത്. അവിടെ നിന്ന് ആ ബോട്ടിൽ സംഘടിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.